എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. സുഖമാണല്ലോ? ദീർഘകാലത്തെ എൻ്റെ ജ്യോതിഷ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജനനം വെറുമൊരു യാദൃച്ഛികതയല്ല. ജനിച്ച തീയതിയിലുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ താളം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സ്വാമി, ഞാൻ ഏത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്ന്. നമ്മൾ ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ സംഖ്യാശാസ്ത്ര പ്രകാരം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഊർജത്തിന് ഇണങ്ങുന്ന ഒരു ദേവതയുണ്ട്. ആ ചൈതന്യത്തെ ഉപാസിക്കുമ്പോൾ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതും മനസ്സിന് ശാന്തി ലഭിക്കുന്നതും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇന്ന് ആ രഹസ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ അറിവുകൾ നിങ്ങളിലേക്ക് എപ്പോഴും എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക. സംഖ്യ 1, ജനനം 1, 10, 19, 28. വേദജ്യോതിഷപ്രകാരം 1-ാം നമ്പറിനെ ഭരിക്കുന്നത് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനാണ്. സൂര്യൻ ആത്മാവിൻ്റെ കാരകനാണ്. അതുകൊണ്ടുതന്നെ ഈ തീയതികളിൽ ജനിച്ചവർക്ക് സഹജമായ ഒരു നേതൃത്വ പാഠവും തൻ്റേടവുമുണ്ടാകും. ജാതകത്തിൽ സൂര്യൻ ബലവാനാണെങ്കിൽ ഇവർക്ക് വലിയ പദവികളും ബഹുമാനവും ലഭിക്കും. നട്ടെല്ല് നിവർത്തി സംസാരിക്കാനും നീതിക്ക് വേണ്ടി നിലകൊള്ളാനും ഇവർക്ക് മടിയുണ്ടാവില്ല. ജ്യോതിഷത്തിൽ സൂര്യൻ പിതാവിനെ പ്രതിനിധീകരിക്കുന്നു. അതിനാൽ ഇവർക്ക് പിതാവിൽ നിന്നുള്ള അനുഗ്രഹമോ അല്ലെങ്കിൽ പിതൃതുല്യരായ വ്യക്തികളുടെ പിന്തുണയോ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. ഭരണാധികാരം, സ്വയം പര്യാപ്തത, സത്യസന്ധത എന്നിവ ഇവരുടെ മുഖമുദ്രയാണ്. എങ്കിലും സൂര്യന്റെ പ്രതാപം ചിലപ്പോൾ അമിതമായ ദേഷ്യത്തിലേക്കോ അഹങ്കാരത്തിലേക്കോ ഇവരെ നയിക്കാൻ സാധ്യതയുണ്ട്. രാവണവധത്തിന് മുന്നോടിയായി ശ്രീരാമദേവൻ ചൊല്ലിയ ആദിത്യ ഹൃദയം ദിവസവും ജപിക്കുന്നത് 1-ാം നമ്പറുകാർക്ക് ശത്രുജയത്തിനും കാര്യവിജയത്തിനും അത്യുത്തമമാണ്. പുലർച്ചെ സൂര്യോദയ സമയത്ത് അർഘ്യമർപ്പിക്കുകയും സൂര്യ നമസ്കാരം ചെയ്യുകയും ചെയ്യുന്നത് ശരീരത്തിനും മനസ്സിനും അജയ്യമായ ഊർജം നൽകും. സൂര്യവംശത്തിന്റെ കുലദൈവമായ ശ്രീരാമസ്വാമിയെ ഭജിക്കുന്നത് 1-ാം നമ്പറുകാരുടെ ദേഷ്യം കുറയ്ക്കാനും അവരിൽ വിനയവും പക്വതയും വളർത്താനും സഹായിക്കും. മന്ത്രങ്ങളുടെ മാതാവായ ഗായത്രി സൂര്യനെയാണ് പ്രകീർത്തിക്കുന്നത്. ദിവസവും 108 തവണ ഗായത്രി ജപിക്കുന്നത് ബുദ്ധിക്കും തനത് ബുദ്ധിക്കും തേജസ്സിനും വർധനയുണ്ടാക്കും. നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ നീചത്തിലോ തുലാം രാശിയിൽ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയിലോ ആണെങ്കിൽ ഈ 1-ാം നമ്പറിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കില്ല. അങ്ങനെയുള്ളവർ ഞായറാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നതും ആദിത്യ പൂജകൾ നടത്തുന്നതും ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. സൂര്യൻ ലോകത്തിന് വെളിച്ചം നൽകുന്നത് പോലെയാകണം നിങ്ങളുടെ ജീവിതവും. മറ്റുള്ളവരെ അടക്കി ഭരിക്കാനല്ല, മറിച്ച് അവർക്ക് വഴികാട്ടിയാകാനാണ് നിങ്ങളുടെ ഈ ഊർജം ഉപയോഗിക്കേണ്ടത്. സംഖ്യ 2, ജനന തീയതികൾ 2, 11, 20, 29. വേദജ്യോതിഷപ്രകാരം 2-ാം നമ്പറിനെ ഭരിക്കുന്നത് ചന്ദ്രനാണ്. ജ്യോതിഷത്തിൽ ചന്ദ്രൻ മനോകാരകനാണ്. അതായത് നമ്മുടെ മനസ്സ്, ചിന്തകൾ, വികാരങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. ചന്ദ്രമാ മനസ്സോ ജാതഃ എന്നാണ് പ്രമാണം. ചന്ദ്രൻ ബലവാനായ ജാതകർക്ക് നല്ല ഭാവനയും സ്നേഹനിധിയായ സ്വഭാവവും ഉണ്ടാകും. എന്നാൽ ചന്ദ്രൻ ക്ഷയിക്കുമ്പോൾ മനസ്സിന് ആധിയും വിഷാദവും വരാൻ സാധ്യതയുണ്ട്. സൂര്യൻ പിതാവാണെങ്കിൽ ചന്ദ്രൻ മാതാവാണ്. ഈ തീയതികളിൽ ജനിച്ചവർക്ക് അമ്മയുമായുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതായിരിക്കും. അമ്മയുടെ അനുഗ്രഹം ഇവരുടെ ജീവിത വിജയത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. വളരെ മൃദുവായ സംസാരവും പെരുമാറ്റവുമായിരിക്കും ഇവരുടേത്. കല, സാഹിത്യം, ക്രിയേറ്റീവ് ജോലികൾ എന്നിവയിൽ ഇവർ ശോഭിക്കും. മറ്റുള്ളവരെ പരിപാലിക്കാനും സ്നേഹിക്കാനുമുള്ള പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. കടലിലെ തിരമാലകൾ പോലെ ഇവരുടെ മനസ്സും എപ്പോഴും ചലനാത്മകമായിരിക്കും. ചന്ദ്രൻ പാർവതി ദേവിയെ പ്രതിനിധീകരിക്കുന്നു. ദേവീ മഹാത്മ്യം ജപിക്കുന്നതോ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതോ മനസ്സിന്റെ ചഞ്ചലത മാറ്റാൻ സഹായിക്കും. സ്വയംവര പാർവതി മന്ത്രം ജപിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കും. ചന്ദ്രനെ തന്റെ ശിരസിൽ ചൂടിയ ഭഗവാനാണ് ചന്ദ്രശേഖരനായ ശിവൻ. അതുകൊണ്ടുതന്നെ ചന്ദ്രന്റെ ദോഷഫലങ്ങൾ മാറാൻ ശിവലിംഗത്തിൽ പാൽ അഭിഷേകം നടത്തുന്നതും ഓം നമഃ ശിവായ ജപിക്കുന്നതും അത്യുത്തമമാണ്. മാസത്തിലെ തിങ്കളാഴ്ചകളിൽ വ്രതം നോൽക്കുന്നതും
വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായതുകൊണ്ട് ദിവസവും 15 മിനിറ്റെങ്കിലും ധ്യാനത്തിനായി മാറ്റിവെക്കുക. പൗർണമി നാളുകളിൽ ചന്ദ്രോദയം ദർശിക്കുന്നത് മനസ്സിന് വലിയ ശാന്തി നൽകും. നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രൻ നീചത്തിലോ വൃശ്ചികം രാശിയിൽ അല്ലെങ്കിൽ ശനി, രാഹു തുടങ്ങിയ പാപഗ്രഹങ്ങളുമായി ചേർന്ന് നിൽക്കുകയോ വിഷയോഗമാണെങ്കിൽ മനസ്സിന് വലിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. ഇങ്ങനെയുള്ളവർ രാത്രികാലങ്ങളിൽ തൈര്, പാല് തുടങ്ങിയ തണുത്ത ആഹാരങ്ങൾ ഒഴിവാക്കുന്നതും വെള്ളിപാത്രത്തിൽ വെള്ളം കുടിക്കുന്നതും ആശ്വാസം നൽകും. ലോകത്തിന്റെ വെളിച്ചം സ്വീകരിച്ച് അത് കുളിർമയായി നൽകുന്ന ചന്ദ്രനെ പോലെയാകണം നിങ്ങൾ. നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങൾ ശിവഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. അടുത്തതായി സംഖ്യ 3, 12, 21, 30. വേദജ്യോതിഷപ്രകാരം 3-ാം നമ്പറിനെ നയിക്കുന്നത് ദേവഗുരുവായ ബൃഹസ്പതി വ്യാഴമാണ്. ആകാശത്തിലെ ഏറ്റവും വലിയ ഗ്രഹം എന്നതുപോലെ തന്നെ ആഴത്തിലുള്ള അറിവിനെയും വിശാലമായ മനസ്സിനെയുമാണ് വ്യാഴം പ്രതിനിധീകരിക്കുന്നത്. വിദ്യ, ബുദ്ധി, വിവേകം എന്നിവയുടെ അധിപനാണ് വ്യാഴം. ഈ തീയതികളിൽ ജനിച്ചവർ സഹജമായി തന്നെ നല്ല ഉപദേശകരും അറിവിനെ സ്നേഹിക്കുന്നവരുമായിരിക്കും. മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ജ്യോതിഷത്തിൽ സമ്പത്തിന്റെയും പുത്രഭാഗ്യത്തിന്റെയും കാരകൻ കൂടിയാണ് വ്യാഴം. ഭാഗ്യം എപ്പോഴും കൂടെയുള്ളവരാണ് ഈ നമ്പറുകാർ. നീതിക്കും നിയമത്തിനും പ്രാധാന്യം നൽകുന്നവരായിരിക്കും. ചിട്ടയായ ജീവിതം ആഗ്രഹിക്കുന്ന ഇവർക്ക് ആത്മീയതയോടും മതപരമായ കാര്യങ്ങളോടും വലിയ താല്പര്യമുണ്ടാകും. എന്നാൽ താൻ പറയുന്നതാണ് ഏറ്റവും ശരി എന്ന ഒരു ചെറിയ അഹങ്കാരം ചിലപ്പോൾ ഇവരിൽ കണ്ടുവരാറുണ്ട്. അത് ഗുരുത്വത്തോടെ നിയന്ത്രിക്കണം. ജ്ഞാനത്തിന്റെ പരമകാഷ്ഠയായ ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് 3-ാം നമ്പറുകാർക്ക് അത്യുത്തമമാണ്. വ്യാഴാഴ്ചകളിൽ ദക്ഷിണാമൂർത്തി അഷ്ടകം ചൊല്ലുന്നത് ചിന്തകൾക്ക് വ്യക്തത നൽകും. വ്യാഴത്തിന്റെ അധിദേവത മഹാവിഷ്ണുവാണ്. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്നതും ശുഭകരമാണ്. വിജ്ഞാനത്തിന്റെ സ്രോതസ്സായ ഭഗവത്ഗീതയിലെ 11-ാം അധ്യായം വിശ്വരൂപ ദർശനം വായിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഗുരുവിനെ ഉണർത്താൻ സഹായിക്കും. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം നീചത്തിലോ മകരൻ രാശിയിൽ അല്ലെങ്കിൽ രാഹുവിനോടൊപ്പം ചേർന്ന് നിൽക്കുകയോ ഗുരു ചണ്ഡാലയോഗം ചെയ്താൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് നേരിടും. സമാഹരിച്ച അറിവ് വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇത്തരം ദോഷങ്ങൾ മാറാൻ സ്വർണമോ മഞ്ഞപുഷ്യരാഗമോ ധരിക്കാവുന്നതാണ്, വിദഗ്ധ നിർദ്ദേശപ്രകാരം മാത്രം. നിങ്ങൾ എത്രത്തോളം വിനയമുള്ളവരാകുന്നുവോ അത്രത്തോളം ഗുരുവിന്റെ അനുഗ്രഹം നിങ്ങളെ തേടിയെത്തും. വിദ്യ കൊണ്ട് അഹങ്കരിക്കാതെ അത് മറ്റുള്ളവർക്ക് ഗുണകരമാക്കാൻ ശ്രമിക്കുക. അടുത്തതായി സംഖ്യ 4, ജനന തീയതികൾ 4, 13, 22, 31. വേദജ്യോതിഷപ്രകാരം 4-ാം നമ്പറിനെ ഭരിക്കുന്നത് രാഹുവാണ്. രാഹു ഒരു ഭൗതിക ഗ്രഹമല്ല, അതൊരു നിഴൽ ഗ്രഹമാണ്, ഷാഡോ പ്ലാനറ്റ്. അതുകൊണ്ട് തന്നെ ഈ നമ്പറിൽ ജനിച്ചവരുടെ ജീവിതത്തിലും ചിന്തകളിലും എപ്പോഴും ഒരു നിഗൂഢതയുണ്ടാകും. രാഹു എപ്പോഴും പെട്ടെന്നുള്ള മാറ്റങ്ങളുടെ ഗ്രഹമാണ്. 4-ാം നമ്പറുകാരുടെ ജീവിതത്തിൽ ഉയർച്ചയായാലും താഴ്ചയായാലും അത് അപ്രതീക്ഷിതമായിരിക്കും. സാധാരണക്കാർ ചിന്തിക്കുന്ന വഴിയിലല്ല ഇവരുടെ ബുദ്ധി സഞ്ചരിക്കുക. നിലവിലുള്ള രീതികളെ ചോദ്യം ചെയ്യാനും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകും. പലപ്പോഴും സമൂഹത്തിന് മുൻപേ സഞ്ചരിക്കുന്നവരായിരിക്കും ഇവർ. കഠിനാധ്വാനികളാണെങ്കിലും പലപ്പോഴും അർഹിച്ച അംഗീകാരം വൈകിയേ ലഭിക്കൂ. മാനസികമായ അസ്വസ്ഥതകളും കൺഫ്യൂഷനും ഇവരുടെ കൂടെ പിറപ്പായിരിക്കും. സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും പെട്ടെന്നുണ്ടാകുന്ന വിള്ളലുകൾ ഇവരെ വേദനിപ്പിക്കാറുണ്ട്. രാഹുവിന്റെ അതിദേവത ദുർഗയാണ്. രാഹു നൽകുന്ന ഭയവും ആശങ്കകളും മാറാൻ കാളിക്ഷേത്ര ദർശനമോ ദുർഗാ സപ്തശതി പാരായണമോ ഏറ്റവും ഉത്തമമാണ്. രാഹുകാല സമയത്ത് ദേവിയെ പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. വിഘ്നങ്ങൾ നീക്കുന്ന ഭഗവാനാണ് ഗണപതി. രാഹു സൃഷ്ടിക്കുന്ന ബുദ്ധിപരമായ കൺഫ്യൂഷനുകൾ മാറാൻ ഓം ഗം ഗണപതയേ നമഃ എന്ന മന്ത്രം ദിവസവും ജപിക്കുക.
രാഹുവിനെ സർപ്പമായിട്ടാണ് ജ്യോതിഷത്തിൽ സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർപ്പക്കാവുകളിൽ വിളക്ക് വെക്കുന്നതോ 100 പാലും സമർപ്പിക്കുന്നതോ രാഹുദോഷം ശമിപ്പിക്കാൻ ഉത്തമമാണ്. രാഹുവിനെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴി ജീവകാരുണ്യമാണ്. നായ്കൾക്കും കാക്കകൾക്കും മറ്റു പക്ഷികൾക്കും ഭക്ഷണം നൽകുന്നത് നിങ്ങളുടെ നെഗറ്റീവ് ഊർജം കുറയ്ക്കാൻ സഹായിക്കും. അടുത്തതായി സംഖ്യ 5, ജനന തീയതികൾ 5, 14, 23. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രഹങ്ങളിലെ കുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബുധന്റെ സ്വാധീനത്തിലുള്ള 5ാം നമ്പറുകാരെ കുറിച്ചാണ്. ബുദ്ധിയും യുക്തിയും വേഗതയും ഒത്തുചേരുന്ന ഈ വിഭാഗത്തെ വേദജ്യോതിഷം എങ്ങനെ കാണുന്നു എന്ന് നോക്കാം. വേദജ്യോതിഷപ്രകാരം 5ാം നമ്പറിനെ ഭരിക്കുന്നത് ബുധനാണ്. ഗ്രഹമണ്ഡലത്തിലെ ഏറ്റവും വേഗതയുള്ള ഗ്രഹമാണ് ബുധൻ. അതുകൊണ്ട് തന്നെ ഈ തീയതികളിൽ ജനിച്ചവർക്ക് ഏതു കാര്യത്തിലും ഒരു പ്രത്യേക വേഗതയും സ്മാർട്ട്നെസ്സും ഉണ്ടാകും. വിദ്യ, ഗണിതം, കമ്മ്യൂണിക്കേഷൻ, വാക്ചാതുരി എന്നിവയുടെ അധിപനാണ് ബുധൻ. 5ാം നമ്പറുകാർക്ക് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വശീകരിക്കാൻ പ്രത്യേക കഴിവുണ്ടാകും. ബിസിനസ് രംഗത്ത് ഇവർക്ക് വലിയ ശോഭിക്കാൻ കഴിയും. ബുധൻ ഒരു ദ്വന്ദ്വ സ്വഭാവമുള്ള ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ 5ാം നമ്പറുകാർക്ക് ഒരേ സമയം പല കാര്യങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടാകും. എപ്പോഴും പുതുമകൾ ആഗ്രഹിക്കുന്ന ഇവർക്ക് ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കൂടാൻ ബുദ്ധിമുട്ടായിരിക്കും. തമാശകൾ ഇഷ്ടപ്പെടുന്നവരും സൗഹൃദങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും. ഏത് പ്രതിസന്ധിയിലും തളരാതെ ബുദ്ധിപൂർവം അതിനെ മറികടക്കാൻ ഇവർക്ക് സാധിക്കും. എന്നാൽ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാണിക്കുന്ന അമിതമായ വേഗത ഇവർക്ക് തന്നെ വിനയാകാറുണ്ട്. ബുധന്റെ അധിദേവത സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ദിവസവും ഓം നമോ നാരായണായ ജപിക്കുന്നതും ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും നിങ്ങളുടെ ബുദ്ധിക്ക് കൂടുതൽ തെളിച്ചം നൽകും. ഇത് തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കൺഫ്യൂഷൻ മാറ്റാൻ സഹായിക്കും. ബുധൻ കുമാരനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബാലകൃഷ്ണനെയോ ശ്രീകൃഷ്ണനെയോ ആരാധിക്കുന്നത് 5ാം നമ്പറുകാർക്ക് മാനസിക സന്തോഷവും ഐശ്വര്യവും നൽകും. ബുധന്റെ നിറം പച്ചയാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതും സസ്യങ്ങളെ പരിപാലിക്കുന്നതും നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും. ബുധനാഴ്ചകളിൽ പച്ച വസ്ത്രം ധരിക്കുന്നത് ഗുണകരമാണ്. അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതോ പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകുന്നതോ ബുധനെ പ്രീതിപ്പെടുത്താനുള്ള മികച്ച വഴിയാണ്. നിങ്ങളുടെ ജാതകത്തിൽ ബുധൻ നീചത്തിലോ മീനം രാശിയിൽ അല്ലെങ്കിൽ പാപഗ്രഹങ്ങളാൽ പീഡിതനാവുകയോ ചെയ്താൽ ഓർമ്മക്കുറവ്, നാഡീസംബന്ധമായ അസുഖങ്ങൾ, സംസാരത്തിൽ തടസ്സം എന്നിവ ഉണ്ടാകാം. ഇങ്ങനെയുള്ളവർ പച്ചപ്പയർ ദാനം ചെയ്യുന്നതും ബുധനാഴ്ചകളിൽ വ്രതം നോൽക്കുന്നതും ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. ബുദ്ധിയുണ്ടെന്ന് കരുതി മറ്റുള്ളവരെ ചതിക്കാൻ ശ്രമിക്കരുത്. വിഷ്ണു ഭഗവാനെ മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ ബുദ്ധി ലോകത്തിന് മുഴുവൻ ഉപകാരപ്പെടുന്ന വെളിച്ചമായി മാറും. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രഹലോകത്തെ ഏറ്റവും ശോഭയുള്ള ഐശ്വര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കാരകനായ ശുക്രന്റെ സ്വാധീനത്തിലുള്ള 6ാം നമ്പറുകാരെ കുറിച്ചാണ്. ജനന തീയതികൾ 6, 15, 24. വേദജ്യോതിഷപ്രകാരം 6ാം നമ്പറിനെ ഭരിക്കുന്നത് ശുക്രനാണ്. ദേവന്മാരുടെ ഗുരു വ്യാഴമാണെങ്കിൽ അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യനാണ് ഈ നമ്പറിന്റെ അധിപൻ. ഭൗതിക സുഖസൗകര്യങ്ങളുടെയും കലകളുടെയും അധിപനാണ് ഇദ്ദേഹം. ജീവിതത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും, നല്ല വസ്ത്രം, ആഭരണങ്ങൾ, വാഹനം, മനോഹരമായ വീട് എന്നിവ നൽകുന്നത് ശുക്രനാണ്. 6ാം നമ്പറുകാർക്ക് സ്വാഭാവികമായും വൃത്തിയും വെടിപ്പും ആഡംബരവും ഇഷ്ടമായിരിക്കും. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാകും. സ്നേഹബന്ധങ്ങൾക്കും കുടുംബജീവിതത്തിനും ഇവർ വലിയ പ്രാധാന്യം നൽകുന്നു. കല, സംഗീതം, ഫാഷൻ, സിനിമാ രംഗങ്ങളിൽ ഇവർ ശോഭിക്കും. ദയയുള്ളവരും മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവരുമായിരിക്കും. സമാധാനപ്രിയരാണെങ്കിലും തന്റെ അഭിമാനത്തിന് ക്ഷതമേറ്റാൽ ഇവർ ശക്തമായി പ്രതികരിക്കും. എന്നാൽ അമിതമായ ആഡംബര ഭ്രമം ചിലപ്പോൾ ഇവരെ കടക്കണിയിലോ അനാവശ്യ കൂട്ടുകെട്ടുകളിലോ എത്തിക്കാൻ സാധ്യതയുണ്ട്. ശുക്രന്റെ അധിദേവത ലക്ഷ്മി ദേവിയാണ്. ഐശ്വര്യത്തിനും കുടുംബത്തിലെ ഐക്യത്തിനും ദിവസവും ശ്രീസൂക്തം ജപിക്കുന്നത് അത്യുത്തമമാണ്.
വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുകയും നെയ്യ് വിളക്ക് തെളിക്കുകയും ചെയ്യുക. ജീവിതത്തിൽ സമ്പത്ത് മാത്രമല്ല, ആരോഗ്യം, ധൈര്യം, സന്തോഷം എന്നിവ ലഭിക്കാൻ അഷ്ടലക്ഷ്മി സ്തോത്രം പാരായണം ചെയ്യുക. ഇത് ശുക്രന്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കാൻ സഹായിക്കും. സ്ത്രീകളെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നത് ശുക്രപ്രീതിക്ക് വളരെ പ്രധാനമാണ്. വെള്ളിയാഴ്ചകളിൽ ദരിദ്രരായ സ്ത്രീകൾക്ക് മധുരപലഹാരങ്ങളോ വസ്ത്രങ്ങളോ നൽകുന്നത് വലിയ പുണ്യമാണ്. ശുക്രന്റെ നിറം വെള്ളയാണ്. വസ്ത്രധാരണത്തിൽ വെള്ളയോ ക്രീം നിറമോ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ തേജസ് വർദ്ധിപ്പിക്കും. മുല്ലപ്പൂവ് പോലെ സുഗന്ധമുള്ള പൂക്കൾ കൊണ്ട് ആരാധിക്കുന്നത് ഗുണകരമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ നീചത്തിലോ കന്നിരാശിയിൽ അല്ലെങ്കിൽ പാപഗ്രഹങ്ങളാൽ അശുഭകരമായി നിൽക്കുകയോ ചെയ്താൽ പ്രമേഹം പോലുള്ള അസുഖങ്ങളോ ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകളോ ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ളവർ വെള്ളിയാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും വെളുത്ത പയർ, അമരപ്പയർ ദാനം ചെയ്യുന്നതും ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. ഐശ്വര്യം എന്നത് വെറും പണമല്ല, അത് മനസ്സിന്റെ സന്തോഷം കൂടിയാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാനും പഠിക്കുക. മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് എന്നും ഒരു സ്വർഗമായിരിക്കും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സംഖ്യ 7. ജനന തീയതികൾ 7, 16, 25. ലൗകികമായ ജീവിതത്തിൽ ഇടയ്ക്കിടെ അനുഭവപ്പെടുന്ന നിരാശയും ഐസൊലേഷനും ഇവരെ തളർത്താറുണ്ട്. കേതുവിന്റെ അധിദേവത ഗണപതി ഭഗവാനാണ്. കേതു നൽകുന്ന മാനസികമായ അസ്വസ്ഥതകളും ജീവിതത്തിലെ തടസ്സങ്ങളും നീങ്ങാൻ ഗണപതി ഭജനത്തോളം മറ്റൊന്നില്ല. ഓം ഗം ഗണപതയേ നമഃ ദിവസവും ജപിക്കുക. മോക്ഷദായകനായ പരമേശ്വരനെ ആരാധിക്കുന്നത് 7ാം നമ്പറുകാർക്ക് മാനസികമായ സ്റ്റെബിലിറ്റി നൽകും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും അത്യുത്തമമാണ്. ദിവസവും കുറച്ചു സമയം മൗനമായിരിക്കുന്നത് നിങ്ങളുടെ ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കും. ഈ നമ്പറുകാർക്ക് ഭൗതികമായ പ്രാർത്ഥനകളെക്കാൾ മാനസികമായ ധ്യാനമാണ്, മെഡിറ്റേഷൻ കൂടുതൽ ഫലം നൽകുക. നായകൾക്ക് ഭക്ഷണം നൽകുന്നത് കേതുപ്രീതിക്ക് വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് കറുപ്പും വെളുപ്പും കലർന്ന നായകൾക്ക്. അതുപോലെ തന്നെ അഗതി മന്ദിരങ്ങളിലോ ആശ്രമങ്ങളിലോ സഹായിക്കുന്നതും ഗുണകരമാണ്. നിങ്ങളുടെ ജാതകത്തിൽ കേതു അശുഭമായി നിൽക്കുകയാണെങ്കിൽ അത് വിഭ്രമങ്ങൾക്കും തെറ്റായ തീരുമാനങ്ങൾക്കും കാരണമാകും. ബന്ധങ്ങളിൽ പെട്ടെന്നുള്ള വേർപിരിയലുകൾ ഇവർക്ക് നേരിടേണ്ടി വരാം. ഇങ്ങനെയുള്ളവർ ചാരനിറമോ മൾട്ടി കളർ വസ്ത്രങ്ങളോ ധരിക്കുന്നത് ഗുണകരമാണ്. പുകയില പോലുള്ള ലഹരികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗണപതി ഭഗവാനെ മുറുകെ പിടിക്കുക. നിങ്ങളെ അലട്ടുന്ന എല്ലാ കൺഫ്യൂഷനുകളും മാറ്റിത്തരും. സംഖ്യ 8. ജനന തീയതികൾ 8, 17, 26. വേദജ്യോതിഷപ്രകാരം 8ാം നമ്പറിനെ ഭരിക്കുന്നത് നീതിമാനായ കർമ്മഫലദാതാവായ ശനീശ്വരനാണ്. സൂര്യന്റെ പുത്രനായ ശനി മനുഷ്യരുടെ കർമ്മങ്ങളെ നിരീക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നൽകുകയും ചെയ്യുന്ന ന്യായാധിപനാണ്. ആയുസ്, മരണം, കഠിനാധ്വാനം എന്നിവയുടെ അധിപനാണ് ശനി. 8ാം നമ്പറുകാരുടെ ജീവിതം പലപ്പോഴും വലിയ പരീക്ഷണങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയുമാണ് കടന്നുപോകാറുള്ളത്. എന്നാൽ ഈ അനുഭവങ്ങൾ അവരെ ഉരുക്കുപോലെ കരുത്തരാക്കുന്നു. ശനി ഒരു മന്ദഗ്രഹമാണ്.
അതുകൊണ്ട് തന്നെ 8-ാം നമ്പറുകാർക്ക് ജീവിതത്തിലെ വിജയങ്ങൾ ലഭിക്കാൻ